അങ്ങനെ നോമ്പ് കാലം തുടങ്ങി മക്കളെ. ഇനി കണ്ണൂർ ഫുഡ് ജോയിൻസിനെ കൊണ്ടുള്ള ഒരു ആറാട്ടായിരിക്കും. എനിക്ക് ഈ സീസൺ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് കഴിക്കാമല്ലോ. അപ്പോൾ ഞാനുള്ളത് തലശ്ശേരിയുള്ള MRNലാണ്. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഒരു സൈഡിൽ നിന്ന് വെറൈറ്റി തുടങ്ങിയിട്ട് നമ്മളെപ്പോൾ കഴിക്കുന്ന കടികളും കുറേ വെറൈറ്റി ഒരു സൈഡിൽ നിന്നിട്ട് അങ്ങോളം ഫുള്ള് നിരത്തിയിട്ട്. അപ്പം ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ട്രൂപ്പിൽ പാലക്കാടും ആലപ്പുഴയൊക്കെയുള്ള ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മലബാറി ഡിഷ് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മളോട് പറയൂലേ അടിപൊളിന്ന്. അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഐറ്റംസ്. ഞാൻ അധികം ഞാൻ കഴിക്കാത്ത മലബാറി ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബാക്കി എപ്പോഴും യൂഷ്വലി കഴിക്കുന്നത് വാങ്ങിച്ചിട്ടില്ല. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു സമൂസയുടെ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ ചിക്കനായിട്ടുള്ള ഒരു സ്റ്റിക്ക് വന്നിട്ടുള്ള റോള്. പിന്നെ ഇതൊരു ബ്രെഡ് കംസിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഉള്ളൊരു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം പക്കയാണ്. പിന്നെ ഷവർമ ഫില്ലിങ് വന്നിട്ടുള്ള ബണ്ണ്, പിന്നെ ഉണ്ടപ്പുട്ടിൽ മസാല നിറച്ചത്, എല്ലാം സൂപ്പറാണ്. ഓരോന്നെടുത്ത് പറയുന്നില്ല, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇത് ഫ്ലവർ പോട്ട്, മുട്ട ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇറച്ചിപ്പത്തിലിൻ്റെ പുറമേ ഉണ്ടാകുന്ന സാധനമല്ല, അതിൽ മുട്ട വെച്ചിട്ടുള്ള സാധനം. പിന്നെ ഇതൊരു കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള പഴംപൊരി, ചെറിയൊരു പഴംപൊരി. പിന്നെ ഒരു എന്താ പറയുക, ഇതിൻ്റെ പേരെനിക്കറിയില്ല, എന്തോ ഒരു സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു മടക്ക് പൊറോട്ടയൊക്കെ പോലെ തോന്നുന്നൊരു സാധനം, അങ്ങനത്തെ ഒരു സംഭവം. ഇതൊരു ഇറച്ചിപ്പത്തിൽ പോലത്തെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നത്. മധുരമാണ് കേട്ടോ ഈ സാധനം, മധുരമാണ്. മുട്ടയാണ് ഉള്ളിൽ, മുട്ടമാലയുടെ ആ സാധനമാണ്. പിന്നെ ഇത് ഈത്തപ്പഴം പൊരിച്ചത്, അത് കുറച്ച് ഹാർഡായിരുന്നു. പിന്നെ ഒരു കബാബ് പോലത്തെ സാധനം, സമൂസ ഷീറ്റിൽ ഒരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു കബാബ് പോലത്തെ സാധനം. പിന്നെ മുട്ടയുടെ ബജികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബജി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്. പിന്നെ ഒരു ബോണ്ട പോലത്തെ സാധനം, അതിൽ ആലുവും മസാലയും സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു സാധനം. പിന്നെ ഇത് മട്ടൻ്റെ ഒരു സംഭവമാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇത് വേറെന്തൊരു സംഭവം. പിന്നെ ബൂസ്റ്റും ഹോർലിക്സും 2 ഡ്രിങ്ക്സ് വാങ്ങിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മട്ടൻ ഹലീമാണ് ഓർഡർ ചെയ്തത്. മട്ടൻ ഹലീം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ശരത്തിനോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു. ഇതാണ് തലശ്ശേരിയിലെ MRN. എല്ലാം നോൺ വെജ് മാത്രമല്ല, വെജും ഉണ്ടായിരുന്നു അല്ലേ? പഴംപൊരിയൊക്കെ വെജ് അല്ലേ? സ്വീറ്റ്സും സ്പൈസി.